തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അനീഫ്ക്കാണെങ്കിലും ഉണ്ണിയേട്ടനാണെങ്കിലും ശ്രീനേട്ടനാണെങ്കിലും എല്ലാവരോടും കൂടിയുണ്ടല്ലോ. എനിക്കൊന്ന് വെട്ടത്തിന് ഒക്കെ ഉണ്ടായിരുന്നില്ല. വെട്ടം ലൊക്കേഷനിൽ ചിരിച്ച് മരിച്ചിട്ടുണ്ട്. ചെറിയ തമാശക്ക് വരെ ചിരിക്കുക. അനീഫ്ക്ക് ചിരിക്കുന്നല്ലേ ഒരു ഉണ്ടമാനം ചിരിക്കുക. നമുക്ക് ഒരുപാട് ചിരിക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ. ചിരിക്കും. അനീഫ് ഖാനെ കളിയാക്കുന്നതിനാണ് അനീഫ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത്. ഞാനൊരിക്കൽ ഷൂട്ടിങ്ങിന് ഇറങ്ങി വന്നിട്ട് ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ അലക്കാനുള്ള തുണികളെല്ലാം കൂടെ കെട്ടിയിട്ട് 2-3 ബണ്ടിലാക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ ചാരി നിൽക്കാൻ നല്ല സുഖമായതുണ്ട്. അനീഫ് അതിനകത്ത് ചാരി സീർട്ട് മരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ കൂടെ വന്നിട്ട് എൻ്റെ കൂടെ പോകാനാണ് അനീഫ് നിൽക്കണേ. എനിക്കത് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അനീഫ് സീർട്ട് കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് എത്ര നേരമായിടാം നിന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു അനീഫ്ക്കായിരുന്നു, ഞാൻ അലക്കുകാരൻ തുണിയായിട്ട് നിൽക്കണമെന്നാണ് അനീഫ്ക്ക വിചാരിച്ചത്. അതിന് അനീഫ്ക്ക അവിടെ നിന്ന് ചിരിക്കും. അങ്ങനെ അനീഫ്ഖാനെയാണ് നമ്മൾ കളിയാക്കുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. അനീഫ്ക്കയുടെ ഒരു പൊട്ടിച്ചിരിക്കണതിന് ഇത്രയും നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാൾ സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇപ്പോൾ നാദൃശിക്ക് ഒരു നെടുന്തൂണായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്. അതുപോലെ രണ്ടുപേരായിരുന്നു മണിച്ചേട്ടനും ഹനീഫിക്ക എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു മിസ്സിങ് പ്രൊഫഷണലി പേഴ്സണലി അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു മിസ്സിങ് അല്ലേ. മണി അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മണീനെ എനിക്ക് തോന്നുന്ന ശരിക്കും ഉപയോഗിച്ചിട്ടില്ല. അത്രയും ടാലൻറ്റഡാണ് മണി. അനീഫയ്ക്കാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലിയും അല്ലാതെ മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ മിസ്സിങ് എടുത്തു പറയേണ്ട ആൾക്കാർ. പോയ ആൾക്കാരെല്ലാം പകരക്കാരില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 5 നായകന്മാരെ ഓർക്കുകയാണെങ്കിൽ അതിൽ ദിലീപേട്ടൻ്റെ പേരുണ്ട്. 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, 150 സിനിമകൾ. പിന്നെ വീണ്ടും തിരിച്ചു വരവെന്ന് ആളുകൾ പറയുമ്പോഴേ ശരിക്കും അത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? ശരിക്കും തിരിച്ചു വരവ് എന്നുള്ളതല്ല. ഇപ്പം ഏത് ഹീറോയ്ക്കും ഉണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഒരേമാതിരി പോയൊരു സാച്ചുറേഷൻ ഉണ്ട്. ഒരു ലെവൽ കഴിഞ്ഞ് എന്താണെങ്കിലും ഇടിഞ്ഞൊഴിഞ്ഞ് വീഴും. പിന്നെയും ഒന്നിന്ന് തുടങ്ങാന്ന് പറയാം. അത് എല്ലാ ലാംഗ്വേജിലും എല്ലാ സൂപ്പർ സ്റ്റാർസിനും ഉള്ള വിഷയങ്ങൾ തന്നെയാണ്. ഈ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജോണിക്ക് ഭാഗ്യം കിട്ടിയത് സംവിധാനം ചെയ്ത ചിത്രങ്ങളിലാണ്. 100-150 ഓടിയ ചിത്രങ്ങൾ. ഞങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളിൽ എനിക്ക് 250 ദിവസം വരെ ഓടിയ ചിത്രങ്ങളുടെ ഇത് കിട്ടിയിട്ടുണ്ട്. 250, 150, 175, 200 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന തലമുറയ്ക്ക് അത് എത്രത്തോളം കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ 25 ദിവസം സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര വലിയ അന്നത്തെ 150ന്റെ ലെവലിലേക്ക് പോകുന്നത്. കളക്ഷനും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരത്തെ 40 ഷോ പ്രിൻസ് ആൻഡ് ഫാമിലി ഫുള്ളാണ് എറണാകുളത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 10 ദിവസം പണ്ടാണെങ്കിൽ 10 ദിവസത്തെ എറണാകുളത്തെ കളക്ഷനാണ് ഒറ്റ നൈറ്റ് കൊണ്ട് കിട്ടുന്നത്. അതായത് ഒരു തിയേറ്ററിൽ 40 ദിവസം 10 ദിവസമല്ലേ ഷോ. അപ്പൊ അത്ര ആളുകൾ ഒരുമിച്ച് ഒരു ദിവസം കാണാൻ വരും.